So hello guys, my name is Nikhil. So today we basic mathematics last topic in the called as integration. Okay. So we know plus 2 maths lengthy topic is integration. So maths we physics we detail basic integration in the video. Okay. That is basic integration, basic laws, basic questions physics integration clear? The maths video physics basic integration video clear? So start integration. Okay. Now, integration actually integration actually differentiation differentiation detail differentiation reverse process integration. Differentiation differentiation average rate instantaneous rate use process differentiation difference average rate rate average rate instantaneous rate average rate average rate is large change in average rate large change in the rate average rate. That's why we split the interval change instantaneous rate. So, large quantity we split the quantity process differentiation. So, differentiation is splitting process. One quantity quantity process differentiation. Integration integration is quantities combine quantity clear അല്ലേ നമ്മൾ അതിനെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഡിഫറൻഷിയേഷന്റെ വീഡിയോയിൽ ആവറേജ് സ്പീഡും ഉണ്ട് ഇൻസ്റ്റന്റേനിയസ് സ്പീഡും ഉണ്ട് അപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് വെച്ചാൽ എന്താ നമ്മൾ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞല്ലേ ആലപ്പുഴയിൽ നിന്ന് എറണാകുളം വരെ പോവാണെന്നുണ്ടെങ്കിൽ അതിന് മൊത്തം ഡിസ്റ്റൻസ് 50 കിലോമീറ്റർ ആണ് അല്ലേ അപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ എത്ര വരും ആ മുഴുവനും ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ മുഴുവനും ടൈം അല്ലേ അപ്പോൾ 50 കിലോമീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് എങ്കിൽ ആ ടോട്ടൽ ഡിസ്റ്റൻസിനെ ടോട്ടൽ ടൈം ഇപ്പോൾ 2 മണിക്കൂർ കൊണ്ടാണ് എത്തുന്നതെങ്കിൽ 50 കിലോമീറ്റർ ഡിവൈഡ് ബൈ 2 hours അപ്പോൾ 50 by 2 that is 25 km/h എന്ന് പറയുന്ന ആ ആവറേജ് സ്പീഡ് കിട്ടും അല്ല സ്റ്റാർട്ടിംഗ് തൊട്ട് എത്തുന്ന വരെയുള്ള ആ മുഴുവൻ ലാർജ് ചേഞ്ചിന്റെ ആവറേജ് സ്പീഡാണ് എന്ത് 25 km/h പക്ഷെ അത് ലാർജ് ചേഞ്ച് അല്ലേ അതുകൊണ്ട് വലിയ പ്രയോജനമില്ല നമുക്ക് ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ് വേണ്ടത് അപ്പോൾ നമ്മൾ എന്താ ചെയ്തേ ആ ആവറേജ് സ്പീഡിനെ നമ്മൾ എന്ത് ചെയ്തു അതിനെ ചെറിയ ഇന്റർവെല്ലിലേക്ക് അങ്ങ് സ്പ്ലിറ്റ് ചെയ്തു അല്ലേ അപ്പോൾ വലിയൊരു ക്വാണ്ടിറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ഇന്റർവെല്ലാക്കി മാറ്റുന്ന പ്രോസസ്സാണ് എന്ത് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് ആ ഡിഫറൻഷിയേഷൻ നമ്മൾ ഇന്റഗ്രേഷൻ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചല്ലേ ഇന്റഗ്രേഷൻ അപ്പോൾ എന്തായിരിക്കും ചെറിയ ക്വാണ്ടിറ്റീസ് കൂടി കമ്പൈൻ ചെയ്തിട്ട് വലിയൊരു ക്വാണ്ടിറ്റി ആക്കി മാറ്റുന്നതാണ് അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇങ്ങനെ മനസ്സിലാക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു ബക്കറ്റ് ഓഫ് വാട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക ഒരു ബക്കറ്റ് ഓഫ് വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക ആ ബക്കറ്റ് ഓഫ് വാട്ടറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ഡ്രോപ്ലെറ്റ്സ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് എന്ത് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അതേ സമയത്ത് ചെറിയ ഡ്രോപ്ലെറ്റ്സ് കൂടി കമ്പൈൻ ചെയ്തിട്ട് ആ തിരിച്ച് ആ 1 ബക്കറ്റ് ഓഫ് വാട്ടർ ആക്കി മാറ്റുന്നതാണ് എന്ത് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ നമുക്ക് പറയാം it is reverse process of differentiation clear ആണല്ലോ അപ്പോൾ ഡിഫറൻഷിയേഷനെ നേരെ തിരിച്ചാന്ന് ഓർത്താൽ മതി ഓക്കെ അതുകൊണ്ട് ഇതിനെ നമ്മൾ ആന്റി ഡിഫറൻഷിയേഷൻ കൂടി പറയും ഇന്റഗ്രേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ആന്റി ഡിഫറൻഷിയേഷൻ ക്ലിയർ ആണല്ലോ ഇനി ഈ ഇന്റഗ്രേഷൻ തന്നെ രണ്ട് തരമുണ്ട് ഇറ്റ് ഈസ് ഓഫ് 2 types കേട്ടിട്ടുണ്ടാവും ഒന്ന് ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രേഷൻ ടു ഡെഫിനിറ്റ് ഇൻറ്റഗ്രേഷൻ ഓക്കെ അപ്പോൾ ഇൻറ്റഗ്രേഷൻ തന്നെ രണ്ട് തരം ഉണ്ട് ഇൻഡെഫിനിറ്റും ഉണ്ട് ഡെഫിനിറ്റും ഉണ്ട് ക്ലിയർ അല്ലേ ഇനി ഇൻറ്റഗ്രേഷൻ്റെ സിമ്പിൾ നമ്മൾ ഡിഫറൻഷിയേഷൻ്റെ സിമ്പിൾ പഠിച്ചായിരുന്നു അല്ലേ വൈ ഫംഗ്ഷനെ എക്സിനെ ടേംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സിമ്പിൾ എന്തുവാ dy/dx അല്ലേ dy/dx അല്ലെ y ഡാഷ് അതുപോലെ നമ്മൾ ഇൻറ്റഗ്രേഷൻ്റെ സിമ്പിൾ ഇതാണ് ഇൻറ്റഗ്രൽ y dx ക്ലിയർ ആണല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ ഓഫ് ഇൻറ്റഗ്രേഷൻ ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ y dx ഇത് വായിക്കുന്നത് എങ്ങനെ ഇത് വായിക്കുന്നത് നമ്മൾ y-നെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ് ഇൻ പ്രസൻസ് ഓഫ് x അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് x with respect to x അല്ലേ നമ്മൾ dy/dx എങ്ങനെയായിരുന്നു ഡിഫറൻഷിയേറ്റ് ഓഫ് y with respect to x ആയിരുന്നു x-നെ റെസ്പെക്റ്റിൽ y-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമായിരുന്നു ഇവിടെ അങ്ങനെ x-നെ റെസ്പെക്റ്റിൽ y-നെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഓഫ് y with respect to x ആണ് ഇതിനെ വായിക്കേണ്ടത് ക്ലിയർ ആണല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ അപ്പോൾ ഫസ്റ്റ് വൺ ഏതാ ഇൻഡെഫിനിറ്റും ഉണ്ട് ഡെഫിനിറ്റും ഉണ്ട് ഫസ്റ്റ് ഏതാ ഇൻഡെഫിനിറ്റ് അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ
ഓക്കെ, ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ. ഇവിടെ ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ എന്താണെന്നറിയോ? നമുക്ക് ഇങ്ങനെ നോക്കാം. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇവിടെ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാവുന്നത് 2x കിട്ടും അല്ലേ? നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എക്സ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു എൻ എന്ന ഫോർമാറ്റ് വരും. ഇപ്പോൾ പവറിന് താഴെ ഇറക്കി എഴുതുക, പവറിലൊന്നും മൈനസ് ചെയ്യുക അല്ലേ? അപ്പോൾ എക്സ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x ആണ് കിട്ടുന്നത്. നമുക്കറിയാം ഇൻറ്റഗ്രേഷൻ എന്താണ്? ഇൻറ്റഗ്രേഷൻ ഡിഫറൻഷിയേഷൻ നേരെ റിവേഴ്സ് പ്രോസസ് അല്ലേ? അപ്പോൾ 2xനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ കിട്ടും. നേരെ റിവേഴ്സ് ആണെന്ന് ഓർത്താൽ മതി. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x ആണ് കിട്ടുന്നതെങ്കിൽ ഈ 2xനെ തിരിച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ കിട്ടും. ദാറ്റ് ഈസ് 2xൻ്റെ ഇൻറ്റഗ്രൽ ആണ് എന്ത്? എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ? എക്സ് സ്ക്വയറിൻ്റെ ഡിഫറൻഷിയേറ്റ് ആണ് 2x, 2xൻ്റെ ഇൻറ്റഗ്രൽ ആണ് എന്ത്? എക്സ് സ്ക്വയർ. അങ്ങോട്ടും ഇങ്ങോട്ട് റിവേഴ്സ് ആണ്. ക്ലിയർ ആണല്ലോ? പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഇപ്പം നമ്മുടെ ഫംഗ്ഷൻ ഇതാണെങ്കിലോ, എക്സ് സ്ക്വയർ പ്ലസ് 2 ആണെങ്കിലോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് 2 ആണെങ്കിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2x എക്സ് സ്ക്വയർ പ്ലസ് 2. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതും 2x തന്നെ അല്ലേ? കാരണം നമുക്കറിയാം കൂടെ വരുന്ന സാർ ഇത് 2 ആണ്. 2 എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആണ്. അപ്പോൾ 2x പ്ലസ് 0 എന്ന് വരും. അത് 2x തന്നെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോസിബിലിറ്റിയും കൂടി ഉണ്ട്. 2x നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തും കിട്ടാം. നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 2 കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ, ശരിയല്ലേ? കാരണം നമ്മൾ ഈ എക്സ് സ്ക്വയർ പ്ലസ് 2നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x ആണ് കിട്ടുന്നതെങ്കിൽ 2xനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 2 കിട്ടാനും ചാൻസ് ഉണ്ട്. അതുപോലെ വേറെ എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഒരു 5 ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? 2x തന്നെ കിട്ടും. കാരണം ഇവിടെ 5 എന്താണ്? 5 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 5 കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 0 എന്ന് വരും. അത് 2x തന്നെയാണ്. അപ്പോൾ 2xനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തും കിട്ടാൻ ചാൻസ് ഉണ്ട്? നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 5 കിട്ടാനൊരു പോസിബിലിറ്റി ഉണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ പല പല ഫംഗ്ഷൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റി സെയിം ആയത് കാരണം നോക്കി, എക്സ് സ്ക്വയറിനെയും എക്സ് സ്ക്വയർ പ്ലസ് 2, എക്സ് സ്ക്വയർ പ്ലസ് 5, അതുപോലെ ഏത് ടേം വേണമെങ്കിൽ വരാം അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് 3, എക്സ് സ്ക്വയർ പ്ലസ് 1/2, എക്സ് സ്ക്വയർ പ്ലസ് 7/5, എന്ത് വാല്യൂ വേണം വരാം. അപ്പോൾ പല ഫംഗ്ഷൻസിനെ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡെറിവേറ്റീവ് സെയിം ആയതുകൊണ്ട് ആ ഡെറിവേറ്റീവിനെ കൂടി നമ്മൾ തിരിച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഇൻറ്റഗ്രലും എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരേ ക്വാണ്ടിറ്റീനെ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പല പല ഇൻറ്റഗ്രൽ കിട്ടുന്ന കണ്ടോ? അതിൻ്റെ കാരണം എന്താ? ബിക്കോസ് നമ്മൾ പല പല ഫംഗ്ഷൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരേ ക്വാണ്ടിറ്റിയാണ് കിട്ടിയത്. അപ്പോൾ ഇതേ ക്വാണ്ടിറ്റി നമ്മൾ തിരിച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല പല ഫംഗ്ഷൻസ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ക്ലിയർ അല്ലേ? ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ ജനറൽ ആയിട്ട് എഴുതുന്നത് എങ്ങനെയായിരിക്കും എന്നറിയോ? 2xനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ എന്ന് എഴുതിയിട്ട് പ്ലസ് ഒരു c എന്നങ്ങ് ആഡ് ചെയ്ത് വെക്കും. നമ്മൾ സി അങ്ങ് എഴുതി വെക്കും. ആ സീൻ്റെ വാല്യൂ എന്തൊക്കെയായിരിക്കും? ഈ സി ക്യാൻ ബി എനിത്തിങ്. ഈ സീൻ്റെ വാല്യൂസ് ഇവിടെ 0 ആണെന്നുണ്ടെങ്കിൽ ഇത് 0 ആവാം, 2 ആവാം, 5 ആവാം. അപ്പോൾ സി എന്താണ്? സി ഒരു ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ? സി എന്താണ്? ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ആ സി നമ്മൾ എന്തിനാണ് എഴുതുന്നത്? കാരണം നമുക്കറിയാം ഒരു സ്ഥാനത്തിന് തന്നെ ഒരു ഫംഗ്ഷനെ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫംഗ്ഷൻസിൽ പല പല ടേംസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് അതിനെ സി എന്നങ്ങ് എഴുതും. ആ സി ആണ് എന്ത്? ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീൻ്റെ വാല്യൂ എന്ത് വേണേ വരാം. അതുകൊണ്ട് ദിസ് ടൈപ്പ് ഓഫ് ഇൻറ്റഗ്രേഷൻ ഇസ് കോൾഡ് ആസ് ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രേഷൻ. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രേഷൻ അതിൻ്റെ പേര് വരാൻ കാര്യം എന്താണെന്ന് മനസ്സിലാവും. ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രേഷൻ ആണ്. പ്രത്യേകിച്ച് ഇതിന് ലിമിറ്റ് ഒന്നും ഇല്ല. നമ്മൾ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്ത് എവിടുന്നാണ് എൻഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ ബൗണ്ടറീസ് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ സി എന്ന് പറയുന്ന ടേം നമ്മൾ ആഡ് ചെയ്തങ്ങ് പോകും. അപ്പോൾ വലിയ കഥയൊന്നും ഇല്ല. ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഒന്നും അറിയണ്ട. ഇത്ര ഓർത്താൽ മതി. ഒരു സാധനത്തിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവസാനം ഒരു സി ആഡ് ചെയ്തങ്ങ് എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? ആ സീൻ്റെ വാല്യൂ എന്ത് വേണേ ആവാം. അത് നമ്മുടെ അത്രയും കൺസേൺ അല്ല. ക്ലിയർ അല്ലേ? സോ നമുക്ക് നോക്കാം എന്താണ് ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രേഷൻ. അപ്പോൾ കാര്യം മനസ്സിലായാലോ? ഇത് നമുക്കറിയാം ഡിഫറൻസിയേഷൻ നമ്മൾ കുറേ റൂൾസ് പഠിച്ചില്ലേ? അതുപോലെ ഇൻറ്റഗ്രേഷന് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് നമുക്ക് നോക്കാം. സോ റൂൾസ് okay, first one, integral x raised to n dx ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് എന്താണ്? ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രേഷൻ ആണ്. കാരണം ഇവിടെ ലിമിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ലിമിറ്റ് എന്താണെന്ന് പിന്നെ പറയാം. ഇത് തൽക്കാലം ഇത്ര ഓർത്താൽ മതി. എന്താണ്? ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രേഷൻ ആണിത്. ഓക്കെ, അപ്പോൾ എഴുതുമ്പോൾ അത് ഈ ഡി എക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം ഡി എക്സിൻ്റെ ടേംസിലാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡി എക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡി എക്സ് അല്ല ഡി ടി ആണ് വരുന്നതെങ്കിലോ, ഡി എക്സിന് പകരം ഡി ടി ആണ് വരുന്നതെങ്കിൽ ടൈമിൻ്റെ ടേംസിലാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഡി വി ആണെങ്കിൽ വിൻ്റെ ടേംസിലായിരിക്കും, ഡി വൈ ആണെങ്കിൽ വൈൻ്റെ ടേംസിലായിരിക്കും. അപ്പോൾ ഈ ഡി എക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റി ഈസ്
എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ അവിടെ ഡിഫറൻഷിയേറ്റ് പഠിച്ചായിരുന്നു അല്ലേ? എക്സ് റേസ് ടു എന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ. പവറിലൊന്ന് മൈനസ് ചെയ്യുമായിരുന്നു. ഇൻറ്റഗ്രേഷൻ ആകുമ്പോൾ എങ്ങനെയാ? പവറിൽ ഒന്ന് ആഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന പുതിയ പവർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിഫറൻഷിയേഷൻ നേരെ റിവേഴ്സ് ആണ്. അവിടെ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ പവറിനെ താഴെ ഇറക്കി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ പവറിലൊന്ന് മൈനസ് ചെയ്യുമായിരുന്നു. ഇവിടെ എങ്ങനെയാ? പവറിലൊന്ന് ആഡ് ചെയ്തിട്ട് ആ പവർ കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്, നേരെ ഓപ്പോസിറ്റായി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു എൻ്റെ ഇൻറ്റഗ്രൽ എന്തുവാ? ആ പവറിൽ ഒന്ന് മൈനസ് ചെയ്യുക, എന്നിട്ട് പുതിയ പവർ കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? പിന്നെ ഇൻഡെഫിനൈറ്റ് ആകുമ്പോൾ ഇതിന് കൂടെ വേറെ എന്തെങ്കിലും ടേം കാണും, നമുക്കത് അറിയത്തില്ല. അപ്പോൾ സി എന്നങ്ങ് എഴുതി പോവുക. ആ സി എഴുതുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സീൻ്റെ വാല്യൂ എന്ത് വേണേൽ ആയിക്കോട്ടെ, സി എന്നങ്ങ് എഴുതി പോവുക. ഓക്കെ, അപ്പോൾ എന്താണ്? പ്ലസ് സിയും കൂടി വരും. ഇവിടെ ഒരു കണ്ടീഷനുണ്ട്, ഈ എന്നിൻ്റെ വാല്യൂ ഷുഡ് നോട്ട് ബി മൈനസ് വൺ. എന്നിൻ്റെ വാല്യൂ ഷുഡ് നോട്ട് ബി മൈനസ് വൺ. മൈനസ് വൺ ആവാൻ പാടില്ല. കാരണം ഇവിടെ താഴെ എന്നിൻ്റെ വാല്യൂ മൈനസ് വൺ എന്ന് പുട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? എന്നിൻ്റെ വാല്യൂ മൈനസ് വൺ പുട്ട് ചെയ്താൽ മൈനസ് വൺ പ്ലസ് വൺ എന്നാവും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. താഴെ ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല, കാരണം നമ്മൾ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി ആയിപ്പോൾ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ മൈനസ് വൺ പറ്റില്ല, ബാക്കി ഏത് വാല്യൂ ആണെങ്കിലും ഈ ലോ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റൂൾ. സെക്കൻഡ് റൂൾ, ഇൻറ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ്. ഇൻറ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ്. നമ്മൾ സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? കോസ് എക്സ് അല്ലായിരുന്നോ? സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് കിട്ടും. സൈൻ എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് എക്സ് ആണ് കിട്ടുന്നത്. നേരെ തിരിച്ചാണ്. ക്ലിയർ അല്ലേ? പ്ലസ് എന്തുകൂടി വരും? പ്ലസ് ഒരു സിയും കൂടി വരും. ഓക്കെ അല്ലേ? അടുത്തത് ഇൻറ്റഗ്രൽ കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് എക്സിനെ അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് ആയിരുന്നു, ഇവിടെ എന്തായിരിക്കും? പോസിറ്റീവ് സൈൻ എക്സ് ആയിരിക്കും, പ്ലസ് സി. ക്ലിയർ അല്ലേ? ഇതെന്താ അങ്ങനെ വന്നേ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. നോക്കിക്കുക, നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്തുവായിരുന്നു? ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് അല്ലായിരുന്നോ? അല്ലേ? അപ്പോൾ ഈ മൈനസ് സൈൻ എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, മൈനസ് സൈൻ എക്സിനെ കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് കിട്ടും. മൈനസ് സൈൻ എക്സിനെ തിരിച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സിന് കിട്ടത്തില്ല. ക്ലിയർ അല്ലേ? ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് പറയാം സർ, മൈനസ് സൈൻ എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സിന് കിട്ടും. അപ്പോൾ സൈൻ എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് കോസ് എക്സിന് കിട്ടും. ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് സൈൻ എക്സിൻ്റെ കൂടെ സൈൻ എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തപ്പോൾ മൈനസ് കോസ് എക്സ് കിട്ടിയത്. ക്ലിയർ അല്ലേ? അതുപോലെ ഇവിടെയും കോസ് എക്സിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തപ്പോൾ സൈൻ എക്സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ കോസ് എക്സ് കിട്ടിയത്. അപ്പോൾ കോസ് എക്സിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സൈൻ എക്സ് കിട്ടും. അപ്പോൾ ആ നെഗറ്റീവ് വന്നത് മനസ്സിലായല്ലോ? ഇത്ര ഓർത്താൽ മതി. സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് കിട്ടും, പക്ഷേ സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് കിട്ടും. സൈൻ എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് എക്സ് ആണ് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അതുപോലെ കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് ആയിരുന്നു, കോസ് എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് സൈൻ എക്സ് ആണ്. ആ സൈൻ അങ്ങ് മാറിപ്പോകുന്നേ ഉള്ളൂ. പോസിറ്റീവ് നെഗറ്റീവ് ആവും, നെഗറ്റീവ് പോസിറ്റീവ് ആവും. ഓക്കെ, അടുത്തത് ഫോർത്ത് റൂൾ, ഇൻറ്റഗ്രൽ 1/x dx. ഇൻറ്റഗ്രൽ 1/x dx, ദാറ്റ് ഈസ് എക്സ് റേസ് ടു മൈനസ് വൺ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, ബേസ് ഇ ആണ്, പ്ലസ് ഒരു സിയും കൂടി എഴുതി പോവാം. ഓക്കെ, നമ്മൾ ലോഗ് എക്സിനെ ഡിഫറൻഷിയേറ്റ് 1/x ആണ് പഠിച്ചത്. അപ്പോൾ 1/xനെ ഇൻറ്റഗ്രേറ്റ് എന്തായിരിക്കും? ലോഗ് എക്സ് ആയിരിക്കും. ക്ലിയർ അല്ലേ? 5 ഇൻറ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഇ റേസ് ടു എക്സ് ഡി എക്സിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇ റേസ് ടു എക്സ് തന്നെ കിട്ടും, പ്ലസ് സി. കാരണം ഇ എക്സിന് വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ. ഇ എക്സിനെ ഡിഫറൻഷിയേറ്റ് ഇ എക്സ് തന്നെയാണ്. അപ്പോൾ ഇ എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ എക്സ് തന്നെ കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ 5 റൂൾസ് ഉണ്ട്. വേണേൽ ഇതിനകത്ത് 2 റൂൾസ് കൂടി ഉണ്ട്, അതുകൂടി പറയാം. 6 ഇൻറ്റഗ്രൽ കെ എക്സ് ഡി എക്സ്. ഇങ്ങനത്തെ ഒരു ക്വാണ്ടിറ്റി ആണെന്ന് വിചാരിക്കും. ഇൻറ്റഗ്രൽ കെ ഇൻറ്റു എക്സ് ഡി എക്സ്. അതിൽ കെ എന്താണ്? കെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. എക്സിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു. കോൺസ്റ്റൻ്റ് നമ്മൾ വെളിയിലെടുത്തിട്ട് ബാക്കിയുള്ളത് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? കെനെ വെളിയിലെടുക്കുക, കെ ഇൻറ്റു ഇൻറ്റഗ്രൽ എക്സ് ഡി എക്സിന് എടുത്താൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? എക്സ് റേസ് ടു എൻ ആണെങ്കിൽ ഇത് എക്സ് റേസ് ടു എൻ ആക്കിയാൽ മതി. ഒരു മിനിറ്റ്. എക്സ് റേസ് ടു എൻ ഡി എക്സ് ആണെങ്കിൽ
ഇതെന്തെന്ന് വരും, ആ കോൺസ്റ്റൻ്റ് അങ്ങ് വെളിയിലെടുത്തിട്ട് എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് എടുത്താൽ മതി. അതിൻ്റെ വാല്യൂ നമുക്കറിയാം എന്തുവാ, ദാറ്റ് ഈസ് കെ അങ്ങനെ തന്നെ വരും. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ, പിന്നെ അവസാനം ഒരു സെയിം കൂടെ. ഓക്കെ ആണല്ലോ. അടുത്തത് ഇൻറ്റഗ്രൽ ഡി എക്സ് എന്തായിരിക്കും? ഇൻറ്റഗ്രൽ ഡി എക്സ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇൻറ്റഗ്രൽ ഡി എക്സ് എന്തായിരിക്കും? ഇവിടെ എക്സ് ഒന്നും ഇല്ലല്ലോ, ഡി എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലേ, എക്സ് റേസ് ടു 0 ഡി എക്സ് എന്ന് എഴുതാമല്ലോ. ക്ലിയർ അല്ലേ? എക്സ് റേസ് ടു 0 എന്ന് വെച്ചാൽ നമുക്കറിയാം സംതിങ് റേസ് ടു 0 ഇസ് 1 അല്ലേ. ഇത് ശരിക്കും 1 ഇൻറ്റു ഡി എക്സ് അല്ലേ, ഇവിടെ ഒരു 1 ഉണ്ട് അല്ലേ. ഇൻറ്റഗ്രൽ ഡി എക്സ് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇൻറ്റഗ്രൽ 1 ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം അല്ലേ. 1 എന്ന് പറയുമ്പോൾ അതിനെ എക്സ് റേസ് ടു 0 എന്ന് എഴുതാമല്ലോ, ബിക്കോസ് എക്സ് റേസ് ടു 0 ഇസ് 1 ആണ്. സംതിങ് റേസ് ടു 0 ഇസ് 1. അപ്പോൾ ഇവിടെ ഒരു 1 ഉണ്ട്, ആ 1 പകരം നമുക്ക് എക്സ് റേസ് ടു 0 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പവർ എന്നിൻ്റെ വാല്യൂ 0 അല്ലേ. എന്നിൻ്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ് റേസ് ടു എന്നിൻ്റെ ഫോർമാറ്റ് എടുത്താൽ മതി. അപ്പോൾ പവറിലൊന്ന് മൈനസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പുതിയ പവർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എക്സ് റേസ് ടു 0 പ്ലസ് 1 ഡിവൈഡ് ബൈ 0 പ്ലസ് 1. കാര്യം മനസ്സിലായി, അതിൻ്റെ വാല്യൂ 0 എന്ന് എടുത്താൽ മതി, പ്ലസ് സി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 1 ഡിവൈഡ് ബൈ 1 എന്ന് വരത്തില്ലേ, പ്ലസ് സി എന്ന് വരും. അപ്പോൾ ഇൻറ്റഗ്രൽ ഡി എക്സ് എന്തുവാ? ഇൻറ്റഗ്രൽ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് സി ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് വേണം നോക്കാം. ഫോർ എക്സാമ്പിൾ ഇൻറ്റഗ്രൽ ഡി ടി എന്തായിരിക്കും? ടി ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇൻറ്റഗ്രൽ ഇൻറ്റഗ്രൽ ഡി വി എന്തായിരിക്കും? വി ആയിരിക്കും. ഓക്കെ, ഇൻറ്റഗ്രൽ ഡി പി എന്തായിരിക്കും? പി ആയിരിക്കും. അതുപോലെ തന്നെ ഓക്കെ, ആ പവർ ഡി വി എന്ന് പറഞ്ഞാൽ അതിന് അവിടെ ഒരു വി റേസ് ടു 0 എന്ന് എഴുതിയിട്ട് എക്സ് റേസ് ടു എന്നിൻ്റെ ഫോർമാറ്റ് എടുത്താൽ മതി. അപ്പോൾ 0 ആ 0 പ്ലസ് 1 ഡിവൈഡ് ബൈ 0 പ്ലസ് 1 എന്ന ഫോർമാറ്റ് വരും. ഓക്കെ, ഒരു റൂൾ കൂടി ഉണ്ട്. 8th 1 അല്ലേ, എത്ര കഴിഞ്ഞാൽ 7 കഴിഞ്ഞല്ലേ. അടുത്തത് ഇൻറ്റഗ്രൽ y1 പ്ലസ് ഓർ മൈനസ് y2 ഡി എക്സ്. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്, ദാറ്റ് ഈസ് അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ. അപ്പോൾ നമ്മൾ അവിടെ ചെയ്ത ഡിഫറൻസിയേഷൻ ചെയ്ത പോലെ തന്നെയാണ്, സെയിം ആണ്. ഓരോന്നിനെ പ്രത്യേകം എന്ത് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് അല്ലേ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ y1 ഡി എക്സ് പ്ലസ് ഓർ മൈനസ് ഇൻറ്റഗ്രൽ y2 ഡി എക്സ് വരും. ഇവിടെ സി എഴുതേണ്ട കാര്യമില്ല, കാരണം സി അങ്ങ് മൈനസ് ആയി. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ അഡീഷൻ ആണെങ്കിൽ സി വരും, മൈനസ് ആണെന്നുണ്ടെങ്കിൽ കട്ടായി പോകും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്ര റൂൾസ് ഉണ്ട്. ഈ റൂൾസ് ഇതുപോലെ ബൈ ഹാർട്ട് ചെയ്യണം. റൂൾസ് ബൈ ഹാർട്ട് ചെയ്താലേ നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഫിസിക്സിന് വേണ്ട റൂൾസാണ് കേട്ടോ. നമുക്ക് മാത്സിന് ഇതല്ലാതെ വേറെ കുറേ റൂൾസ് ഉണ്ട്. ടാൻ എക്സിൻ്റെയും സീക്ക് സ്ക്വയർ എക്സിൻ്റെയും പിന്നെ കൊസീക്ക് എക്സ് സീക്ക് എക്സ് കോട്ട് എക്സ് കൊസീക്ക് എക്സ് കൊസീക്ക് സ്ക്വയർ എക്സ്, അങ്ങനെ കുറേ വേറെ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് അത്രയൊന്നും വേണ്ട, നമുക്ക് ഫിസിക്സിന് വേണ്ട റൂൾസാണിത്. ഓക്കെ, അപ്പോൾ ഈ ഫിസിക്സിന് ഇത്ര റൂൾസ് പഠിച്ചാൽ മതി, എക്സ്ട്രാ ഒന്നും പഠിക്കേണ്ട. മാത്സ് ആകുമ്പോൾ നമ്മൾ കുറേ വേറെ റൂൾസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും എന്തായാലും ബൈ ഹാർട്ട് ചെയ്യണം. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, first question, integrate the following function with respect to x, that is integrate x raised to minus 2 dx. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് ഏത് ഫോർമാറ്റ് ആയത്? എക്സ് റേസ് ടു എൻ ഫോർമാറ്റ് അല്ലേ. എക്സ് റേസ് ടു എൻ ഫോർമാറ്റിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? പവറിൽ ഒന്ന് മൈനസ് ചെയ്യുക, എന്നിട്ട് പുതിയ പവർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, പ്ലസ് ഒരു സിയും കൂടി വരും അവസാനം. ഓക്കെ, അപ്പോൾ എക്സ് റേസ് ടു മൈനസ് 2 പ്ലസ് 1 ഡിവൈഡ് ബൈ മൈനസ് 2 പ്ലസ് 1 എന്ന് വരും അല്ലേ. അവസാനം ഒരു സിയും കൂടി, ദാറ്റ് ഈസ് എക്സ് റേസ് ടു മൈനസ് 2 പ്ലസ് 1 എന്താ? മൈനസ് 2 പ്ലസ് 1 ഇസ് മൈനസ് 1 ഡിവൈഡ് ബൈ താഴെയും എന്ത് വരും? മൈനസ് 1 വരും. ഓക്കെ അല്ലേ, പ്ലസ് സി അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു മൈനസ് 1 എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിൽ ഇറക്കിയാൽ പോരെ. അപ്പോൾ എന്ത് വരും? മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് എന്ന് വരും. ക്ലിയർ അല്ലേ? താഴെ ഒരു മൈനസ് 1 ഉണ്ട്, അപ്പോൾ ആ മൈനസ് അങ്ങ് മുകളിൽ പോകും. പിന്നെ എക്സ് റേസ് ടു മൈനസ് 1 താഴെ ഇറക്കി, അപ്പോൾ പ്ലസ് പോസിറ്റീവ് സി എക്സ് എന്നായി, അപ്പോൾ പ്ലസ് സി എന്ന് വരും. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ, സംശയമൊന്നുമില്ലല്ലോ. അടുത്തത് ഇൻറ്റഗ്രൽ എക്സ് റേസ് ടു 5 ഡി എക്സ്. അപ്പോൾ സെയിം തന്നെ എക്സ് റേസ് ടു എൻ ഫോർമാറ്റ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പവറിലൊന്ന് ആഡ് ചെയ്യുക, എന്നിട്ട് ആ പുതിയ പവർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എക്സ് റേസ് ടു 5 ആണ്, എക്സ് റേസ് ടു 5 പ്ലസ് 1 ഡിവൈഡ് ബൈ 5 പ്ലസ് 1. ഓക്കെ, പ്ലസ് ഒരു സിയും കൂടി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 6 ഡിവൈഡ് ബൈ 6 പ്ലസ് 6. ക്ലിയർ ആണല്ലോ. ഇത്ര ഉള്ള സിമ്പിളാണ്. ഓക്കെ, അടുത്തത് ഇൻറ്റഗ്രൽ എക്സ് ഡി എക്സ്. അപ്പോൾ എക്സ് ഡി എക്സ് എന്തായിരിക്കും? ഇത് എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു 1 അല്ലേ. എക്സ് റേസ് ടു 1 ഡി എക്സ് ആണല്ലോ ഇത്. അപ്പോൾ സെയിം എക്സ് റേസ് ടു എൻ ഫോർമാറ്റ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും?
പവറിൽ ഒന്ന് മൈനസ് ചെയ്യുക, എന്നിട്ട് ആ പുതിയ പവർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, പ്ലസ് സിയും കൂടി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2, അത്രയും പ്ലസ് സി. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയേ. ഇൻറ്റഗ്രേറ്റ് റൂട്ട് എക്സ് ഡി എക്സ്. വീഡിയോ പോസിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. എക്സ് റേസ് ടു 1/2 അല്ലേ ഇത്, അല്ലേ? ഇൻറ്റഗ്രൽ റൂട്ട് എക്സ് നമുക്ക് എക്സ് റേസ് ടു 1/2 ആയിട്ട് എഴുതാമല്ലോ, ഇൻറ്റു ഡി എക്സ് എന്ന് വരും. ശരിയല്ലേ? ഇനി എക്സ് റേസ് ടു 1/2 എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു 1/2 പ്ലസ് 1 ഡിവൈഡ് ബൈ 1/2 പ്ലസ് 1 എന്ന് വരും, അല്ലേ? പ്ലസ് ഒരു സിയും കൂടി, അല്ലേ? എക്സ് റേസ് റൂട്ട് എക്സ് പറയുമ്പോൾ എക്സ് റേസ് ടു 1/2 ആണ്. ആ 1/2ൽ 1 ആഡ് ചെയ്യുക, എന്നിട്ട് ആ 1/2 പ്ലസ് 1 പുതിയ പവർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2 എന്ന് വരും, പ്ലസ് സി. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/3 എന്നാവും. അപ്പോൾ 2/3 ഇൻറ്റു എക്സ് റേസ് ടു 3/2 പ്ലസ് സി എന്ന് വരും. ഓക്കെ അല്ലേ? സിമ്പിളാണ്. അടുത്തത് y is equal to sin x cos x. y is equal to sin x plus cos x. അപ്പോൾ എങ്ങനെ ചെയ്ത്? ഇത് അഡീഷൻ ഫോർമാറ്റ് അല്ലേ, അപ്പോൾ ഓരോന്നിനെ പ്രത്യേകം എന്ത് ചെയ്താൽ മതി? ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി, അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പം ഇൻറ്റഗ്രൽ y is equal to ഇൻറ്റഗ്രൽ sin x പ്ലസ് ഇൻറ്റഗ്രൽ കോസ് എക്സ്. ഓരോന്നിനെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? മൈനസ് കോസ് എക്സ്. ഓക്കെ, സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് ഒക്കെ കിട്ടുന്നത്, സൈൻ എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് എക്സ് കിട്ടുന്നത്. അപ്പോൾ മൈനസ് കോസ് എക്സ് എന്ന് വരും. ഓക്കെ, പ്ലസ് കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ്, കോസ് എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് സൈൻ എക്സ്, അപ്പോൾ പോസിറ്റീവ് സൈൻ എക്സ് എന്ന് വരും. ക്ലിയർ ആണല്ലോ? പ്ലസ് ലാസ്റ്റ് ഒരു സിയും കൂടി. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് y is equal to e raised to x plus 1/x. അപ്പോൾ സെയിം തന്നെ സമ്മിൻ്റെ റൂളാണ്. അപ്പോൾ ഇൻറ്റഗ്രൽ y ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇ റേസ് ടു എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ 1/x, അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് എന്ന് പറയുമ്പോൾ ഇ റേസ് ടു എക്സ് തന്നെയാണ്, വലിയ മാറ്റമൊന്നും ഇല്ല. ഇ റേസ് ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലും ഇൻറ്റഗ്രേറ്റ് ചെയ്താലും അത് ഇ റേസ് ടു എക്സ് ആയിട്ടേ ഇരിക്കത്തുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേക നമ്പറാണ്. പ്ലസ് അതിന് ഇ എന്തുവാ? ഇ ഒക്കെ അറിയാലോ, അല്ലേ? ഇ എന്താണ്? എക്സ്പോണൻഷ്യൽ ആണ് ഇ, അല്ലേ? അതിൻ്റെ വാല്യൂ എത്രയാ? ഇൻ്റെ വാല്യൂ 2.718 ആട്ടോ. ഈ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻ്റ് നമ്മൾ നാച്ചുറൽ ലോഗരിതമിലാണ് യൂസ് ചെയ്യുന്നത്. എക്സ്പോണൻഷ്യലിൻ്റെ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ലോഗരിതമിൻ്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ചാനലിൽ വീഡിയോ ഉണ്ട്, കാണണമെന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇ റേസ് ടു എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ 1/x എന്തുവാ? ലോഗ് എക്സ് ആണ്, അല്ലേ? ലോഗ് എക്സ് ടു ദ ബേസ് ഇ. ഓക്കെ, പ്ലസ് താഴെ ഒരു ആഡ് സി. ഓക്കെ, അപ്പോൾ പ്ലസ് സി എന്ന് വരും. അപ്പോൾ ഇൻറ്റഗ്രൽ ഇ റേസ് ടു എക്സ് പ്ലസ് 1/x എന്ത് കിട്ടും? ഇ റേസ് ടു എക്സ് പ്ലസ് ലോഗ് എക്സ് ടു ദ ബേസ് ഇ പ്ലസ് സി. ഓക്കെ, അടുത്തത് y is equal to sin x/2 ഇൻറ്റു കോസ് x/2. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ റൂളൊന്നും പഠിച്ചിട്ടില്ല, അല്ലേ? ഇൻറ്റഗ്രേഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ നമ്മൾ പഠിച്ചിട്ടില്ല. ഇത് sin x/2 ഇൻറ്റു കോസ് x/2 ആണ്. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പോലത്തെ കുറേ മെത്തേഡൊക്കെ ഉണ്ട്, മാത്സിൽ നമ്മൾ കുറേ പഠിക്കുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഫിസിക്സിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട, ശരിക്കും ഇത് തന്നെ കൂടുതലാണ്. ഓക്കെ, ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് പഠിച്ചില്ലേ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ മതി. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ഇട്ടെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യും, ഇത് നമുക്ക് മുകളിൽ താഴെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതെന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ x/2 ഇൻറ്റു കോസ് x/2 പിന്നെ ഇൻറ്റു ഒരു 1/2 എന്ന് വരും. ഓക്കെ, ഇതുപോലത്തെ മൾട്ടിപ്ലിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ടേ നമ്മൾ കുറേ വേറെ റൂൾസ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. അത് നമുക്ക് ഫിസിക്സിൽ വരുന്നില്ല, ഒരു ഭംഗിക്കാൻ ഇട്ടെന്നേ ഉള്ളൂ, നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ആദ്യമേ നമ്മൾ 1/2 കൊണ്ട് മുകളിൽ 2/2 കൊണ്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, ഈ 2നെ ഇവരുടെ കൂടെ അങ്ങ് എഴുതാം, അല്ലേ? ഇനി ഇതിനെ നമ്മൾ ഇത് എന്തിൻ്റെ എക്സ്പാൻഷനാണ് ഒന്ന് നോക്കിയേ. 2 ഇൻറ്റു സൈൻ x/2 ഇൻറ്റു കോസ് x/2. അത് ട്രിഗ്നോമെട്രി പഠിച്ചിട്ടുണ്ടാവും, മാത്സിലാണ് നമ്മൾ പഠിക്കുന്നത്. ദാറ്റ് ഈസ് 2 സൈൻ θ/2 ഇൻറ്റു കോസ് θ/2 ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ആണ്. ഓക്കെ, ട്രിഗ്നോമെട്രിയിൽ എക്സ്പാൻഷൻ ആയത്.
2 ഇൻറ്റു സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2 ഇസ് സൈൻ തീറ്റേൻ്റെ എക്സ്പാൻഷൻ ആണ്. അപ്പോൾ ഇത് തീറ്റ ബൈ 2ക്ക് പകരം ഇവിടെ എക്സ് ബൈ 2 അല്ലേ വന്നേക്കുന്നത്. അപ്പോൾ 2 ഇൻറ്റു സൈൻ എക്സ് ബൈ 2 ഇൻറ്റു കോസ് എക്സ് ബൈ 2. അപ്പോൾ ഇതേ ഫോർമാറ്റ് അല്ലേ, ഇത് നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ തീറ്റ ആയിട്ട് എഴുതാം. തീറ്റയ്ക്ക് പകരം ഇവിടെ എക്സ് ആണ്. അപ്പോൾ ഇതെന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ 2 എന്ന് വരും. ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ. അപ്പോൾ y ഈസ് ഈക്വൽ ടു നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, സൈൻ എക്സ് ബൈ 2 ആയിട്ട് എഴുതാം. ഇനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻറ്റഗ്രൽ y ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1/2 ഇൻറ്റു സൈൻ എക്സ് വരും. 1/2 കോൺസ്റ്റൻ്റ് ആണ്, അതിനെ വെളിയെടുക്കാം. പിന്നെ സൈൻ എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് എക്സിന് കിട്ടും അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് ബൈ 2 ലാസ്റ്റ് ഒരു സിയും കൂടി. ക്ലിയർ ആണല്ലോ, ഓക്കെ അല്ലേ. അപ്പോൾ ഇത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നിർബന്ധമില്ല, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ, ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, y is equal to root x minus 1/√x. ഓക്കെ, അപ്പോൾ ഇത് സെയിം തന്നെ എന്താണ് നമ്മുടെ സം ഡിഫറൻസിൻ്റെ റൂൾ അല്ലേ. ഇപ്പോൾ എന്ത് ചെയ്യും, ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ y is equal to ഇൻറ്റഗ്രൽ √x മൈനസ് ഇൻറ്റഗ്രൽ 1/√x അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇത് എക്സ് റേസ് ടു 1/2 ആയിട്ട് എഴുതാം, മൈനസ് ഇൻറ്റഗ്രൽ ഇത് എക്സ് റേസ് ടു മൈനസ് 1/2 ആയിട്ട് എഴുതാം അല്ലേ. ഓക്കെ അല്ലേ, അറിയാമല്ലോ 1/√x എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു 1/x റേസ് ടു 1/2 എന്ന് വരും. ഇതിനെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ പവർ അങ്ങ് നെഗറ്റീവ് ആവും. ഓക്കെ അല്ലേ, ഇപ്പോൾ 1/√x എക്സ് റേസ് ടു മൈനസ് 1/2 ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി എക്സ് റേസ് ടു n ഫോർമാറ്റ് അല്ലേ. അപ്പോൾ പവറിൽ ഒന്ന് ആഡ് ചെയ്യുക, എന്നിട്ട് പുതിയ പവർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എക്സ് റേസ് ടു 1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1 ഓക്കെ, മൈനസ് എക്സ് റേസ് ടു മൈനസ് 1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1 ലാസ്റ്റ് ഒരു സിയും കൂടി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് ഇത് എക്സ് റേസ് ടു 1/2 എന്ന് വരും, താഴെ ഒരു 1/2 പ്ലസ് സി. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/3 എന്ന് വരും. 2/3 ഇൻറ്റു എക്സ് റേസ് ടു 3/2 പ്ലസ് 2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 എന്ന് പറയുമ്പോൾ √x ആണ്, പ്ലസ് സി എന്ന് വരും. ക്ലിയർ അല്ലേ, ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഡിഫറൻസിയേഷൻ്റെ ഫോർമാറ്റ് അല്ലേ, നമ്മുടെ കോഷ്യൻറ്റിൻ്റെ ഫോർമാറ്റ് ഡിവിഷൻ്റെ ഫോർമാറ്റ് അല്ലേ, ഡിവൈഡ് ചെയ്യുകയാണ്. എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സിനെ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഡിവിഷൻ്റെ റൂൾ നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ ആകെ പഠിച്ചിരിക്കുന്നത് അഡീഷൻ സബ്ട്രാക്ഷൻ മാത്രമാണ്, മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിതിന് എക്സ് സ്ക്വയർ ബൈ എക്സ് പ്ലസ് 1/x ആയിട്ട് എഴുതാമല്ലോ. കാരണം ഡിവിഷൻ്റെ റൂൾ നമ്മൾ പഠിച്ചില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ എക്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് എന്ന് കിട്ടും അല്ലേ, ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് ആണ് കിട്ടുന്നത്, പ്ലസ് 1/x എന്ന് വരും. അപ്പോൾ y ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ 1/x ആയിട്ട് എഴുതാം. ഇനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ഈസിയാണ് അല്ലേ. അപ്പോൾ ഇൻറ്റഗ്രൽ y ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ 1/x എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 1 പ്ലസ് 1 അല്ലേ, പവർ 1 ആണ്. അപ്പോൾ എക്സ് റേസ് ടു 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് 1 പിന്നെ പ്ലസ് 1/xനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് എക്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ ലോഗ് എക്സ് ബേസ് ഇ പ്ലസ് സി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് ലോഗ് എക്സ് ടു ദ ബേസ് ഇ പ്ലസ് സി. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതുപോലത്തെ ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷനൊക്കെ വന്നാൽ അത് എങ്ങനെയും നമ്മളതിനെ കണ്ടൻസ് ചെയ്ത് അഡീഷൻ സബ്ട്രാക്ഷൻ ഫോർമുലയിലേക്ക് മാറ്റാൻ നോക്കത്തേ ഉള്ളൂ. ക്ലിയർ അല്ലേ. അപ്പോൾ എന്ത് കിട്ടും, എക്സ് സ്ക്വയർ പ്ലസ് 2 പ്ലസ് ലോഗ് എക്സ് ടു ദ ബേസ് ഇ പ്ലസ് സി. ഓക്കെ, സോ ഇനി നമുക്ക് കുറച്ച് സ്പെഷ്യൽ റൂൾസ് ഉണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. സോ സ്പെഷ്യൽ റൂൾസ്, ഓക്കെ, ഫസ്റ്റ് വൺ, ഇൻറ്റഗ്രൽ ax പ്ലസ് ബി ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇൻറ്റഗ്രൽ ax പ്ലസ് ബി ഫോർമാറ്റ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സെയിം എക്സ് റേസ് ടു എൻ ഫോർമാറ്റ് ആണ്, ഇതിൻ്റെ പവർ n ആണെന്ന് വിചാരിക്കും. a ഇൻറ്റു എക്സ് പ്ലസ് ബി ദ ഹോൾ റേസ് ടു n ആണ്. ഓക്കെ, അപ്പോൾ സെയിം തന്നെ എക്സ് റേസ് ടു എൻ ഫോർമാറ്റ് ആണ്. അപ്പോൾ പവറിൽ ഒന്ന് ആഡ് ചെയ്തിട്ട് പവർ കൊണ്ട് എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ax പ്ലസ് ബി ദ ഹോൾ റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ താഴെ n പ്ലസ് 1 എന്ന് വരും അല്ലേ. ചെറിയൊരു മാറ്റമുണ്ട്, ഇവിടെ ഒരു എ കൂടി വരും. ആ n പ്ലസ് 1ൻ്റെ കൂടെ ഒരു എ എന്നൊരു ടേം വരുന്നേ ഉള്ളൂ. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ a ഇൻറ്റു n പ്ലസ് 1 കൊണ്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. അതിൽ a എന്തുവാ, ഈ എക്സിൻ്റെ കൂടെ വരുന്ന ടേം.
ക്ലിയർ അല്ലേ? പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ സെറ്റ് ആവും. ഇത്ര ഓർക്കുക, എ എക്സ് പ്ലസ് ബി ദ ഹോൾ റേസ് ടു എൻ ഫോർമാറ്റിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു എൻ ഫോർമാറ്റ് തന്നെ. അപ്പോൾ പവറിലൊന്ന് ആഡ് ചെയ്തിട്ട് ആ പുതിയ പവർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ താഴെ ഒരു എക്സിൻ്റെ കൂടെ വരുന്ന ടേം വരുന്നേ ഉള്ളൂ. ക്ലിയർ അല്ലേ? പ്ലസ് സി. പിന്നെ കണ്ടീഷൻസ് എല്ലാം സെയിം ആണ്. എൻ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു -1 അല്ലേ? എൻ -1 ആവാൻ പാടില്ല. പിന്നെ എ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0, അല്ലെങ്കിൽ താഴെ എന്തായി പോകും? 0 ആയി പോകും. ഡിനോമിനേറ്റർ ഷുഡ് നോട്ട് ബി 0. സെക്കൻഡ് വൺ, ഇൻറ്റഗ്രൽ സൈൻ എ എക്സ് പ്ലസ് ബി ഫോർമാറ്റ് ആണെന്ന് വിചാരിക്കും, ഇൻറ്റു ഡി എക്സ് സൈൻ എ എക്സ് പ്ലസ് ബി. അപ്പോൾ സെയിം തന്നെ നമ്മൾ സൈൻ എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? മൈനസ് കോസ് എക്സ് അല്ലേ? അപ്പോൾ സെയിം തന്നെ മൈനസ് കോസ് ഇൻറ്റു എ എക്സ് പ്ലസ് ബി, താഴെ ഒരു എയും കൂടി വരുമെന്നേ ഉള്ളൂ. ക്ലിയർ അല്ലേ? നമ്മൾ സൈൻ എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് എക്സ് ആണ് കിട്ടുന്നത്. എ എക്സ് പ്ലസ് ബി ഫോർമാറ്റ് ആണെങ്കിൽ അത് അതുപോലെ കോസിൻ്റെ കൂടെ എഴുതിയിട്ട് ആ താഴെ എ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പ്ലസ് ഒരു സി. ക്ലിയർ ആണല്ലോ? അടുത്തത് ഇൻറ്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ എ എക്സ് പ്ലസ് ബി ഡി എക്സ്. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സെയിം തന്നെ 1/xനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് എക്സ് ആണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ലോഗ് എ എക്സ് പ്ലസ് ബി എന്ന് വരും, താഴെ ഒരു എ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പ്ലസ് സി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് എന്ത്? സ്പെഷ്യൽ റൂൾസ്. റെയർ ആണ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് ചില ചാപ്റ്റേഴ്സ് നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ചിലപ്പം യൂസ് ചെയ്താലായി. റെയർ ആണ്, പക്ഷെ പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, വേണേൽ പഠിക്കാം. ഓക്കെ, സോ സ്പെഷ്യൽ റൂൾസ് 3 ഉള്ളൂ. എ എക്സ് പ്ലസ് ബി ദ ഹോൾ റേസ് ടു എൻ ആണെങ്കിൽ പവറിലൊന്ന് ആഡ് ചെയ്തിട്ട് താഴെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു എ വരുമെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലായിടത്തും താഴെ ഒരു എ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. കണ്ടോ? ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ പഴയ റൂളൊക്കെ തന്നെ. ഓക്കെ, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ സെറ്റ് ആവും. നോക്കിയോ, ക്വസ്റ്റ്യൻ നോക്കിയോ. y is equal to integral sin 4x dx. ഓക്കെ, അപ്പോൾ ഇത് ഏത് ഫോർമാറ്റ്? അത് സെയിം ഫോർമാറ്റ് അല്ലേ? ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ സൈൻ എ എക്സ് പ്ലസ് ബി ഫോർമാറ്റ് അല്ലേ? അതിൽ എ എക്സിൻ്റെ സ്ഥലത്താണ് ഇവിടെ 4x വന്നേക്കുന്നത്. കണ്ടോ? ബീൻ്റെ വാല്യൂ ഇവിടെ 0 ആണ്. പറഞ്ഞ മനസ്സിലായി? ബീൻ്റെ വാല്യൂ ഇവിടെ ഇല്ല, അപ്പോൾ ബീൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇതേ ഫോർമാറ്റ് ആണിത്. അപ്പോൾ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് എ എക്സ് പ്ലസ് ബി എന്ന് എഴുതിയിട്ട് അവസാനം എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് 4x എന്ന് എഴുതിയിട്ട് അവസാനം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പ്ലസ് ഒരു സിയും കൂടി വരും. ക്ലിയർ ആണല്ലോ? ബീൻ്റെ വാല്യൂ ഇവിടെ 0 ആണ്, അപ്പോൾ ബി നോക്കണ്ട. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇതാണ് എന്ത്? സ്പെഷ്യൽ റൂൾ എന്ന് പറയുന്നത്. വലിയ കഥയൊന്നുമില്ല. അടുത്തത് ഇൻറ്റഗ്രൽ 2t + 4 dt. അപ്പോൾ സെയിം തന്നെ. ഇതേത് ഫോർമാറ്റാണ് ഇത്? ഇൻറ്റഗ്രൽ സൈന് എ എക്സ് പ്ലസ് ബി ഫോർമാറ്റ് തന്നെ അല്ലേ? ഇവിടെ ഡി ടിൻ്റെ ടേംസിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ ടൈമിൻ്റെ ടേംസിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലേ? ഇവിടെ എ എക്സിന് പകരം വന്നേക്കുന്ന ടേം 2t ആണ്, ബിക്ക് വന്നേക്കുന്ന ടേം 4 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് മൈനസ് കോസ് 2t + 4 എന്ന് എഴുതിയിട്ട് അവസാനം ടീൻ്റെ കൂടെ വരുന്ന ടേം അല്ലേ? ദാറ്റ് ഈസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, പ്ലസ് സി. ഓക്കെ ആണല്ലോ? ഇതാണ് എന്ത്? സ്പെഷ്യൽ റൂൾ. അടുത്തത് ഇൻറ്റഗ്രൽ √2x + 3 dx. ഓക്കെ, അപ്പോൾ ഏത് ഫോർമാറ്റ് ആയത്? ഇൻറ്റഗ്രൽ എ എക്സ് പ്ലസ് ബി ദ ഹോൾ റേസ് ടു എൻ ഫോർമാറ്റ് അല്ലേ ഇത്? ഇൻറ്റു ഡി എക്സ് അല്ലേ? അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പവറിലൊന്ന് ആഡ് ചെയ്തിട്ട് താഴെ പവർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എയും കൂടി എഴുതിയാൽ മതി അല്ലേ? എ കൊണ്ട് കൂടി ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇത് 2x + 3 ദ ഹോൾ റേസ് ടു 1/2 അല്ലേ ഇത്? ഇൻറ്റു ഡി എക്സ് അല്ലേ? അപ്പോൾ എന്നിൻ്റെ പവർ 1/2 ആണ്. അപ്പോൾ സെയിം തന്നെ പവറിൽ ഒന്ന് ആഡ് ചെയ്യുക അല്ലേ? അപ്പോൾ 1/2 + 1 ഡിവൈഡഡ് ബൈ 1/2 + 1 എന്ന് എഴുതിയിട്ട് എൻ്റെ വാല്യൂ എന്താ? എക്സിന് കൂടെ വരുന്ന ടേം അല്ലേ? 2 അല്ലേ ഇത്? അപ്പോൾ എൻ്റെ വാല്യൂ 2 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഒരു സിയും കൂടി വരും അല്ലേ? പ്ലസ് ഒരു സി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2x + 3 ദ ഹോൾ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 2 × 3/2 എന്ന് വരും. ഓക്കെ, 2 ക്യാൻസൽ ആയിപ്പോയി, പ്ലസ് സി ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2x + 3 ദ ഹോൾ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും, പ്ലസ് സി. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? സോ ക്ലിയർ ആണല്ലോ? സോ ഇത്രയേ ഉള്ളൂ എന്ത്? നമ്മുടെ ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രേഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം, കോൾഡ് ആസ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രേഷൻ. സോ നെക്സ്റ്റ് ഇസ് definite integration.
സോ അതിൻ്റെ പേര് തന്നെ ഉണ്ടല്ലേ, ഡെഫിനറ്റ് ഇൻറ്റഗ്രേഷൻ ആണ് അല്ലേ. നമ്മൾ ഇൻഡെഫിനറ്റ് ഇൻറ്റഗ്രേഷൻ്റെ പ്രശ്നം എന്തായിരുന്നു, അവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പല പല വാല്യൂസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒരു സി എന്ന് ആഡ് ചെയ്യും അല്ലേ. ആ സി എന്തായിരുന്നു, ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് ആയിരുന്നു അല്ലേ. ഡെഫിനറ്റ് ഇൻറ്റഗ്രേഷൻ ആകുമ്പോൾ ആ സി അങ്ങ് എഴുതേണ്ടി വരത്തില്ല, ബിക്കോസ് ഡെഫിനറ്റ് ആണിത്. ഇവിടെ പക്ക വാല്യൂ കിട്ടും, നമുക്ക് അങ്ങനെ പല പല വാല്യൂസ് കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഡെഫിനറ്റ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയും. ഇവിടെ നമ്മൾ സി എഴുതേണ്ടി വരത്തില്ല, കാരണം ഈ ഒരു ഇൻറ്റഗ്രേഷനിൽ ഒരു ലോവർ ലിമിറ്റ് ഉണ്ടാവും, ഒരു അപ്പർ ലിമിറ്റ് ഉണ്ടാവും. അതായത് നമ്മളൊരു ഫംഗ്ഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലോവസ്റ്റ് വാല്യൂയും അതിൻ്റെ അപ്പർ മോസ്റ്റ് വാല്യൂ നമുക്ക് അറിയാവുന്ന വാല്യൂസ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അതുകൊണ്ടാണ് അതിനെ ഡെഫിനറ്റ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയാൻ കാര്യം. ഓക്കെ, അത് നമുക്കൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. സോ ഡെഫിനറ്റ് ഇൻറ്റഗ്രേഷൻ ഇസ് ഓൾസോ കോൾഡ് ആസ് ഇൻറ്റഗ്രേഷൻ. It is called as integration within limits. ലിമിറ്റ്സിൽ ചെയ്യുന്ന ഇൻറ്റഗ്രേഷൻ ആണ് എന്ത്, ഡെഫിനറ്റ് ഇൻറ്റഗ്രേഷൻ. ക്ലിയർ അല്ലേ. ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും ഡി എക്സിൻ്റെ റെസ്പെക്റ്റിൽ. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റി ഒരു ജി എക്സ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, എഫ് ഓഫ് എക്സിനെ നമ്മൾ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ജി എക്സ് കിട്ടിയെന്ന് വിചാരിക്കില്ല. ഫോർ എക്സാമ്പിൾ സൈൻ എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് എക്സ് കിട്ടുന്ന പോലെ. അപ്പോൾ എഫ് ഓഫ് എക്സിനെ നമ്മൾ എന്ത് ചെയ്തു, ഇൻറ്റഗ്രേറ്റ് ചെയ്തു ജി എക്സ്. പക്ഷേ ഇവിടെ ഒരു ലിമിറ്റ് ഉണ്ട്, x1 to x2 കണ്ടോ. അപ്പോൾ ഇവിടെ ലിമിറ്റ് എഴുതിയിട്ട് താഴെ ഒരു നമ്പറും മുകളിലൊരു നമ്പർ എഴുതിയിട്ടുണ്ട് അല്ലേ. അതിന് ഈ താഴത്തെ നമ്പർ കണ്ടോ, ദിസ് ഇസ് കോൾഡ് എ ലോവർ ലിമിറ്റ്. ഈ x1 എന്താണ്, ദിസ് x1 ഇസ് കോൾഡ് ആസ് ലോവർ ലിമിറ്റ്. മുകളിലത്തെ നമ്പറാണ് എന്ത്, അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വിതിൻ ലിമിറ്റ്സ് നടക്കുന്ന ഇൻറ്റഗ്രേഷൻ ആണ് എന്ത്, ഡെഫിനറ്റ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. അപ്പോൾ ഈ x1 എന്തുവാ, ദിസ് x1 ഇസ് കോൾഡ് ആസ്, ദിസ് ഇസ് ലോവർ ലിമിറ്റ് അല്ലേ. x2 എന്താ, x2 ഇസ് ദി അപ്പർ ലിമിറ്റ്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ കുറേ റൂൾസ് പഠിച്ചില്ലേ, സെയിം റൂൾസ് ഒക്കെ തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഫംഗ്ഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഈ എക്സിൻ്റെ സ്ഥലത്ത് x1ഉം x2ൻ്റെ വാല്യൂ പുട്ട് ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ എന്ത്, ഡെഫിനറ്റ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x1 തൊട്ട് x2 വരെ വേണം എന്ത് ചെയ്യാൻ, ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഈ എക്സിന് പകരം, ഈ കിട്ടിയ എക്സിന് പകരം ആദ്യമേ x2ൻ്റെ വാല്യൂ പുട്ട് ചെയ്യുക, അപ്പർ വാല്യൂ പുട്ട് ചെയ്യുക. എന്നിട്ട് മൈനസ് എഴുതിയിട്ട് ഈ x1ൻ്റെ വാല്യൂ പുട്ട് ചെയ്തിട്ട് തമ്മിൽ എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ്, ഇത് എഴുതുമ്പോൾ എങ്ങനെ വരും, ദാറ്റ് ഈസ് ജി ഓഫ് x2 എന്ന് എഴുതിയിട്ട് മൈനസ് ജി ഓഫ് x1 എന്ന് എഴുതും. ഇത്രയേ ഉള്ളൂ എന്ത്, ഡെഫിനറ്റ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇപ്പോൾ നമ്മൾ ഇൻറ്റഗ്രേറ്റ് x⁵5നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ് ഫ്രം 1 to 2 കണ്ടോ. അപ്പോൾ ആദ്യമേ ഇത് നമ്മൾ പഴയ ലോക്ക് വെച്ചിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ x⁵5നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, പവറിലൊന്ന് ആഡ് ചെയ്തിട്ട് പുതിയ പവർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ x⁵5 + 1 ഡിവൈഡഡ് ബൈ 5 + 1 വരും അല്ലേ. ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന എവിടെ തൊട്ട് എവിടെ വരെയാ, 1 തൊട്ട് 2 വരെ. ക്ലിയർ അല്ലേ. സി എഴുതേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇത് x⁵6 ഡിവൈഡ് ബൈ 6 എന്ന് വരും അല്ലേ, ഫ്രം 1 to 2. ഇനി എന്ത് ചെയ്യണം, ഇനി അപ്പർ ലിമിറ്റിൻ്റെ വാല്യൂ പുട്ട് ചെയ്യുക, പിന്നെ ലോവർ ലിമിറ്റ് വാല്യൂ പുട്ട് ചെയ്തിട്ട് തമ്മിൽ എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് വേണം പുട്ട് ചെയ്യാൻ അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 2⁻6 ഡിവൈഡ് ബൈ 6 മൈനസ് 1⁻6 ഡിവൈഡ് ബൈ 6 എന്ന് വരും. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ. ആ എക്സിൻ്റെ വാല്യൂ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഇട്ടാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ 1/x നമുക്ക് കോമൺ എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2⁻6 മൈനസ് 1 എന്ന് വരും. ഓക്കെ, സോൾവ് ചെയ്യാൻ നിൽക്കണ്ട, ഇങ്ങനെ കിടന്നോട്ടെ. അപ്പോൾ ഇതാണ് എന്ത്, ഇവിടുത്തെ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ത്, ഡെഫിനറ്റ് ഇൻറ്റഗ്രേഷൻ. അപ്പോൾ പഴയ റൂളൊക്കെ തന്നെ ജസ്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം സി എഴുതുന്നതിന് പകരം ആ എക്സിൻ്റെ വാല്യൂ x2 എന്ന് പുട്ട് ചെയ്തിട്ട് മൈനസ് x1 എന്ന് പുട്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ. ഇവിടെ സി എഴുതേണ്ടി വരത്തില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ, കാരണം നമ്മൾ x2നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x2ൻ്റെ ടേം നമ്മൾ പുട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സി വരും, പിന്നെ ഇവിടെ ഒരു സി വരും. x2ൻ്റെ വാല്യൂ പുട്ട് ചെയ്യുമ്പോഴേ x2ൻ്റെ ടേംസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സി വരും, x1ൻ്റെ ടേംസിൽ ഒരു സി വരും. ഈ സി അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആയിപ്പോൾ. അതുകൊണ്ടാണ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇടുമ്പോൾ ഉള്ള പ്രത്യേകത. ആ ഡെഫിനറ്റ് ഇൻറ്റഗ്രേഷൻ പറയാൻ കാര്യം എന്താ, കാരണം അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊണ്ട് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സി വരും, ആ ഒരു താഴെ ഒരു സി വരും. ആ രണ്ട് സിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മൈനസ് ആയിപ്പോൾ. ക്ലിയർ അല്ലേ. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇവാലുവേറ്റ് ദ ഫോളോയിങ് ഡെഫിനറ്റ് ഇൻറ്റഗ്രേഷൻ. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, നമുക്ക് ഡെഫിനറ്റ് ഇൻറ്റഗ്രേഷൻ ആണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും, ആദ്യം സാധ്യമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ x⁻1 ഫോർമാറ്റ് അല്ലേ ഇത്, x⁻1 ഫ്രം -1 to 1 അല്ലേ dx
അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 1 + 1 ഡിവൈഡഡ് ബൈ 1 + 1 ഫ്രം -1 to 1 അല്ലേ? പ്ലസ് സി എഴുതണ്ട. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 2 ഡിവൈഡ് ബൈ 2 ഫ്രം 1 to -1 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 നമുക്ക് കോമൺ എടുക്കാം. അപ്പോൾ എക്സ് സ്ക്വയർ ഫ്രം -1 to 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ആദ്യമേ അപ്പർ ലിമിറ്റിൻ്റെ വാല്യൂ പൊട്ടിയ അപ്പോൾ 1 സ്ക്വയർ അല്ലേ, മൈനസ് പിന്നെ -1ൻ്റെ വാല്യൂ അത്രയും സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1 + 1 സ്ക്വയർ 1 ആണ്, -1ൻ്റെ സ്ക്വയറും 1 തന്നെയാണ് അല്ലേ? അപ്പോൾ -1 ഇൻറ്റു -1 വരത്തില്ലേ അല്ല, ഇപ്പോൾ മൈനസ് ഇത് 1 വരും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു -1 -1 0 ആണ്. അപ്പോൾ മൊത്തം എന്തായി പോകും? 0 ആയിപ്പോവും. ക്ലിയർ അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? 0 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻറ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ്. ഇൻറ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് ലിമിറ്റ് തന്നിട്ടുണ്ട് -π/2 തൊട്ട് π/2 വരെ. അപ്പോൾ സെയിം തന്നെ ആദ്യമേ സാധാരണ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -cos x കിട്ടും. പിന്നെ ലിമിറ്റ് പുട്ട് ചെയ്താൽ മതി ഫ്രം -π/2 തൊട്ട് π/2 വരെ. സി എഴുതേണ്ട ആവശ്യമില്ല, കാരണം താഴത്തെ ലിമിറ്റിൽ ഒരു സി വരും, മുകളിലത്തെ ലിമിറ്റിൽ ഒരു സി വരും. മൈനസ് ചെയ്യുമ്പോൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൈനസ് ആയിട്ട് ക്യാൻസൽ ആയി പോകും. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ -cos ആദ്യമേ അപ്പർ ലിമിറ്റ് പുട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ π/2 -cos -π/2 ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു -cos π/2 മൈനസ് നമുക്കറിയാം cos -θ ഈസ് ട്രിഗ്നോമെട്രി നമ്മൾ പഠിച്ചതാണ്. cos of -θ ഈസ് cos θ തന്നെയാണ്. cos of -θ ഈസ് cos θ തന്നെയാണ് അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് cos π/2 തന്നെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു cos π/2 എത്രയാ? cos π/2 ഈസ് 0 അല്ലേ? അപ്പോൾ 0 എന്നായി പോകത്തില്ല, മൊത്തം എന്തുമായി പോകും? 0 ആയി പോകും. അപ്പോൾ 0 തന്നെയാണ് അല്ലേ? രണ്ട് ക്വസ്റ്റ്യനിലും ആൻസർ 0 എന്ന് കിട്ടി അല്ലേ? 0 0. അടുത്തത് ഇൻറ്റഗ്രൽ cos x dx. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് തന്നിട്ടുണ്ട് ഫ്രം 0 തൊട്ട് π/4 വരെ. അപ്പോൾ cos x ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? cos x ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin x കിട്ടും അല്ലേ? sin x ഫ്രം 0 to π/4. ഇനി വാല്യൂ പുട്ട് ചെയ്താൽ മതി. അപ്പോൾ സൈന് ആദ്യം അപ്പർ ലിമിറ്റ് മൈനസ് പിന്നെ ലോവർ ലിമിറ്റ്. ഓക്കെ, സൈൻ π/4ൻ്റെ വാല്യൂ എത്രയാണ്? സൈൻ π/4 45 ഡിഗ്രി അല്ലേ? 45 ഇസ് 1/√2 അല്ലേ? 1/√2 മൈനസ് സൈൻ 0 ഇസ് 0 ആണ്. അപ്പോൾ 0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√2 എന്ന് വരും. അപ്പോൾ കണ്ടോ, ഇവിടെയൊക്കെ പക്ക വാല്യൂസ് കിട്ടുന്നുണ്ട് കണ്ടോ? അതുകൊണ്ടാണ് ഇതിന് ഡെഫിനറ്റ് ഇൻറ്റഗ്രേഷൻ പറയാൻ കാര്യം. ഇവിടെ കറക്റ്റ് വാല്യൂ കിട്ടുന്നുണ്ട്. 0 0 1/√2 അങ്ങനെ പക്ക വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അടുത്തത് ഇൻറ്റഗ്രൽ എക്സ് റേസ് ടു -1 dx അല്ലേ? എക്സ് റേസ് ടു -1 എന്ന് പറയുമ്പോൾ log x അല്ലേ? അപ്പോൾ 1/x dx e⁻³ e⁻4 ആണ്. സോ ഇൻറ്റഗ്രൽ 1/x ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? log x അല്ലേ? അപ്പോൾ log x കിട്ടും ടു ദ ബേസ് e ഫ്രം e⁻³ to e⁻4. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ആദ്യമേ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ log e⁻4 ബേസ് e മൈനസ് e⁻3 ബേസ് e അല്ലേ? e⁻4നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? e⁻4നെ നമ്മൾ വാല്യൂ പുട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? എന്നിട്ട് 4 എന്ന് കിട്ടത്തില്ലേ അല്ലേ? സംശയം ഉണ്ടെങ്കിൽ ലോഗരിതമിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ log e⁻4 ടു ദ ബേസ് ഇൻ്റെ വാല്യൂ 4 ആണ് കിട്ടുന്നത്. മൈനസ് log e⁻3 ടു ദ ബേസ് ഇൻ്റെ വാല്യൂ എത്ര കിട്ടും? 3 എന്ന് കിട്ടും അല്ലേ? 4 - 3 എത്രയാണ്? 1 ആണ്. ഒരു ഡെഫിനറ്റ് പക്ക വാല്യൂ കിട്ടി അല്ലേ? അപ്പോൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് 1 ആണ്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ടോപ്പിക് കൂടി ഉണ്ട്, കോൾഡ് ആസ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രേഷൻ. അതായത് നമ്മൾ ഫിസിക്സിലെ ഇൻറ്റഗ്രേഷൻ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ നമുക്കറിയാം, ഡിസ്പ്ലേസ്മെൻറ്റിനെ വെലോസിറ്റി ആക്കി മാറ്റാൻ നമ്മൾ എന്താ ചെയ്യുക? ഡിസ്പ്ലേസ്മെൻറ്റിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമല്ലേ അല്ലേ? ഡിഫറൻസിയേഷൻ ആണ് അല്ലേ? ദിസ് ഈസ് കോൾഡ് ആസ് ഡിഫറൻസിയേഷൻ. അതുപോലെ വെലോസിറ്റിയിൽ നിന്ന് ആക്സലറേഷൻ കിട്ടണമെന്നുണ്ടെങ്കിലോ അപ്പോൾ സെയിം തന്നെ എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അല്ലേ? അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്തായിരിക്കും? ഇതിന് നേരെ റിവേഴ്സ് ആണല്ലോ. ഡിസ്പ്ലേസ്മെൻറ്റിൽ നിന്ന് ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി കിട്ടും. വെലോസിറ്റി ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഡബിൾ ഡിഫറൻഷിയേഷൻ ഒക്കെ പഠിച്ചാൽ അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഡബിൾ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ
ഇത് വേണേൽ മുകളിലേക്ക് കുറച്ച് താഴെ കൊണ്ടുപോയാൽ ഇതിങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഡബിളായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്തായി? ആക്സലറേഷനായി. ഇതായിരുന്നു ഡിഫറൻസിയേഷൻ്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇൻറ്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷൻ എന്തായിരിക്കും? ഇതിനെ നേരെ റിവേഴ്സ് എടുത്താൽ മതി. അതായത് ആക്സലറേഷൻ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. അല്ലേ? വെലോസിറ്റിനെ ഒന്നുകൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ക്ലിയർ അല്ലേ? വേണേൽ ആക്സലറേഷനെ ഡബിൾ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്തായി? ഡിസ്പ്ലേസ്മെൻ്റ് ആയി. അപ്പോൾ ദിസ് ഇസ് കോൾഡ് ഡബിൾ ഇൻറ്റഗ്രേഷൻ. 2 തവണ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. സെക്കൻഡ് ഇൻറ്റഗ്രൽ എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആക്സലറേഷൻ, തിരിച്ച് ആക്സലറേഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ്. ക്ലിയർ ആണല്ലോ? എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആക്സലറേഷൻ തന്നിട്ടുണ്ട്. ആക്സലറേഷൻ 2t + 3. ഒരു ബോഡീൻ്റെ ആക്സലറേഷൻ നമുക്കറിയാം. നമുക്ക് വേണ്ടത് ഫൈൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് in terms of t. ഓക്കെ, ആക്സലറേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ടൈമിൻ്റെ ടേംസിൽ വേണ്ടത്. കാരണം ആക്സലറേഷനും ടൈമിൻ്റെ ടേംസിലാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാമല്ലോ. നമുക്കറിയാം a = 2t + 3 തന്നിട്ടുണ്ട്. ആക്സലറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? dv/dt ആയിട്ട് എഴുതാമല്ലോ. ശരിയല്ലേ? ആക്സലറേഷൻ dv/dt ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2t + 3 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് dv എന്ത് കിട്ടും? dv = 2t + 3 × dt എന്ന് വരുമല്ലോ. ശരിയല്ലേ? ഇനി വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഡിവിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. നമ്മൾ ലോസിൽ പഠിച്ചാൽ അല്ലേ? ഡി എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ആണ് കിട്ടുന്നത്, ഡിവിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി ആണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ വി കണ്ടുപിടിക്കാനായിട്ട് വി വെലോസിറ്റി ആണ് വേണ്ടെങ്കിൽ ഡിവിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 2t + 3 × dt എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു പറ. അപ്പോൾ വി ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സം റൂൾ അല്ലേ? സെപ്പറേറ്റ് ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? സെപ്പറേറ്റ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ 2tൻ്റെ ഇൻറ്റഗ്രൽ dt പ്ലസ് ഇൻറ്റഗ്രൽ 3dt അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പുറത്തെടുക്കാം. ടീനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t²/2 എന്ന് വരും. പ്ലസ് ഇവിടെയും 3 കോൺസ്റ്റൻ്റ് ആണ്, 3 പുറത്തെടുക്കാം. പിന്നെ ഡിറ്റിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി തന്നെ കിട്ടും. ക്ലിയർ ആണല്ലോ? 2 2 1 ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ വെലോസിറ്റി നമുക്ക് എന്ത് കിട്ടി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു t² + 3t എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? ഡിസ്പ്ലേസ്മെൻറ്റാണ് വേണ്ടത്. ഇനി വെലോസിറ്റി നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതിനെ ഒന്നുകൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്തായി? ഡിസ്പ്ലേസ്മെൻ്റ് ആയില്ലേ? അപ്പോൾ v ഈസ് ഈക്വൽ ടു t² + 3t കിട്ടും അല്ലേ? അപ്പോൾ വെലോസിറ്റി നമുക്ക് dx/dt ആയിട്ട് എഴുതാം. അപ്പോൾ dx/dt ഈസ് ഈക്വൽ ടു t² + 3t അല്ലേ? അപ്പോൾ ഇതിന് dx എന്ന് വരും. dx ഈസ് ഈക്വൽ ടു t² + 3t × dt അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി എക്സ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ dxനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ t² + 3t × dt അല്ലേ? അല്ലേ? ഇനി സെയിം തന്നെ സം റൂൾ ആണ്. അപ്പോൾ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക? ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ t² dt പ്ലസ് ഇൻറ്റഗ്രൽ 3t dt അല്ലേ? അതാണ് എന്ത്? എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു t² ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t³ എന്ന് വരും. പ്ലസ് ഇവിടെ സി ഉണ്ടല്ലേ? ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ അല്ലേ? അപ്പോൾ സി വരണ്ടേ? ഒരു സിയും കൂടി ഉണ്ട്. പ്ലസ് 3 കോമൺ ആണ്, 3 കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കാം. ടീനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t²/2 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു t³ പ്ലസ് 3/2 t². 3/2 t². ഓക്കെ, മനസ്സിലായല്ലോ? സോ ഇത്രയൊക്കെ ഉള്ളൂ എന്ത് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഓക്കെ, സോ അടുത്ത ആപ്ലിക്കേഷനാണ് ഏരിയ അണ്ടർ YX ഗ്രാഫ്. അതായത് ഒരു ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റഗ്രേഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ റെഗുലർ ഷേപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ക്വയർ, റെക്ടാങ്കിൾ അല്ലെങ്കിൽ ട്രയാങ്കിൾ, അതുപോലെ റെഗുലർ ഷേപ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ? ഇപ്പോൾ ട്രയാങ്കിൾ ആണെങ്കിൽ ½ BH, സ്ക്വയർ ആണെങ്കിൽ A², റെക്ടാങ്കിൾ ആണെങ്കിൽ ലെങ്ത് × ബ്രെഡ്ത്ത്. പക്ഷേ ഒരു ഇറഗുലർ ഷേപ്പൊക്കെ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതുപോലത്തെ ഒരു ഷേപ്പ്
ഓക്കെ, ഇതുപോലത്തെ ഒരു ഗ്രാഫാണെന്ന് വിചാരിക്കും, ഇതുപോലത്തെ വല്ലാത്ത ഷേപ്പുള്ള ഒരു ഗ്രാഫാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഷേപ്പിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഫോർമുല ഒന്നും ഇല്ല അല്ലേ. അപ്പോൾ അങ്ങനത്തെ കേസസിലൊക്കെ നമ്മൾ ഇൻറ്റഗ്രേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇറഗുലർ ഷേപ്പ് അല്ലെങ്കിൽ ഏതൊരു ഗ്രാഫിൻ്റെയും ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അത് ഞാനിവിടെ പറഞ്ഞു തരുന്നില്ല. നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ 1 ഡയമെൻഷൻ മോഷൻ പഠിക്കുമ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നേരം ഏരിയ എങ്ങനെ ഇൻറ്റഗ്രേഷൻ വെച്ച് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ക്ലിയർ ആണല്ലോ. സോ അങ്ങനെ നമ്മുടെ ബേസിക് മാത്തമാറ്റിക്സിൻ്റെ മുഴുവൻ ടോപ്പിക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ കാൽക്കുലസ് മൊത്തം പഠിച്ചു കഴിഞ്ഞു. ബൈനോമിയൽ അപ്രോക്സിമേഷൻ, ഗ്രാഫ്സിൻ്റെ കുറേ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. പിന്നെ ട്രിഗ്നോമെട്രി നമ്മൾ പഠിച്ചു. ലോഗരിതം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ബേസിക് മാത്തമാറ്റിക്സ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ട് ഫിസിക്സിന് വേണ്ട മുഴുവൻ മാത്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടോപ്പിക് നമ്മുടെ ഫിസിക്സ് ആയിരിക്കും. സോ ഇനി നമ്മൾ ഫിസിക്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ. ഓക്കെ, സോ അതായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ. സോ താങ്ക് യു.